ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഏത് വ്യക്തികളെ മാറ്റാൻ കഴിവുള്ള ദൈവവചനം. നമ്മളത് ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആദ്യം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. കണ്ണുകളെ അടച്ച് ഒരു മനസ്സോടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കർത്താവ് തരും. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ അടുത്ത് വരികയാണ്. കർത്താവെ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരെ സ്പർശിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് വചനം കേൾക്കുമ്പോൾ അവർക്ക് വലിയ വിടുതലാകണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വീടിനകത്ത്, അവരുടെ ഓഫീസിൽ, അവരുടെ കുടുംബത്തിൽ ദൈവത്തിന് ഒരു ബ്ലെസ്സിങ് ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. സുവിശേഷം 14 അധ്യായം 22 വചനം. മാത്യു ചാപ്റ്റർ 40 വേഴ്സ് 22 വായിച്ചു കേൾക്കാം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ വചനം എൻ്റെ അകത്ത് തിളയ്ക്കുക. ഇനിയും ഒരു 5-6 ദിവസം കൂടെ ഈ വചനം തിളച്ചു പൊങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം ഇതൊരു വലിയ ആത്മീക ദൂതാണ്. അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരിക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ആകർഷിതരായ ശിഷ്യഗണങ്ങളുടെ എണ്ണം ധാരാളമാണ്. ആയിരക്കണക്കിന് പേർ യേശുവിനെ ഫോളോ ചെയ്തു. എന്നാൽ ശിഷ്യന്മാർ 70-ഉം 12-ഉം 3-ഉം 1-ഉം ഒക്കെ ഇപ്പൊ കേട്ടല്ലോ. വേർതിരിച്ച് കർത്താവ് ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. കർത്താവ് ഒട്ടനവധി അത്ഭുതങ്ങൾ നടത്തി. ഒരിക്കൽ 5000 പുരുഷന്മാരും 5000 സ്ത്രീകളും 3 കുഞ്ഞുങ്ങൾ വെച്ചാൽ 15000 കുഞ്ഞുങ്ങളും 25000 പേരുടെ സ്ഥലത്ത് അകപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഇവർക്ക് ആഹാരം കൊടുക്കണം. എന്നുണ്ടെന്ന് ചോദിച്ചു. 5 അപ്പം മേപ്പോട്ട് ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ 25000 വയറും നിറഞ്ഞു, 12 കൊട്ടയും നിറഞ്ഞു. ഓരോ കൊട്ടയും അപ്പമെടുത്ത് വീട്ടിപ്പാൻ കൊതിച്ചോണ്ട് നിൽക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, അപ്പം വെച്ചേച്ച് പടകെ കയറാൻ കർത്താവ് അവരെ നിർബന്ധിച്ചു. ഒരാമീൻ പറയണം. എനിക്കെന്തോ ദൈവം തരുന്നൊരു ബോധ്യം, ചില കാര്യങ്ങൾക്കായി ദൈവം നിങ്ങളെയും നിർബന്ധിക്കുന്ന ദിവസങ്ങളാണ്. ഇനിയും 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തെന്ന് നീ പറയുന്നു. കർത്താവ് നിർബന്ധിക്കുക, തലയൊന്ന് പൊക്ക്, നീ കാണാത്തത് ഞാൻ നിന്നെ കാണിക്കാം. കേട്ടോണ്ടിരുന്നത് മതി, നീ തലയൊന്ന് പൊക്കി നോക്ക്. ഇനിയും 4 മാസം കഴിഞ്ഞിട്ടല്ല കൊയ്ത്ത്, ഇപ്പോൾ തന്നെ കൊയ്ത്തിന് പാകമായി നിൽക്കുകയാ. ചിലരോടാ ദൈവത്തിന്റെ ദൂത്. കരഞ്ഞു മടുത്ത നിന്നെ ദൈവം നിർബന്ധിക്കുക, ഞാൻ ചിലതൊക്കെ കാണിക്കാം. വേദപുസ്തക വെളിപ്പാട് ഒന്ന് കൈ കൊടുത്തയച്ച് പറ, ദൈവം ചിലതൊക്കെ കാണിക്കാൻ പോവാന്ന് പറ. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നൊരു സംഭവം, എവിടോ പറഞ്ഞൊരു സംഭവം ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്നു. ഒരിക്കൽ ട്രിവാൻഡ്രത്ത് പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ അവിചാരിതമായിട്ടൊരു വീട്ടിൽ കയറേണ്ടതായിട്ട് വന്നു. എൻ്റെ പ്ലാനിലോ പദ്ധതിയിലോ ഉള്ള കാര്യമല്ല. എൻ്റെ ഒരു സ്നേഹിതൻ മുഖാന്തരം ഒരു വീട്ടിൽ കയറി. അവിടെ വർത്തമാനം പറഞ്ഞപ്പോൾ ആ വീട്ടിലൊരു അമ്മ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നല്ലൊരു കോട്ടൺ സാരിയൊക്കെ ഉടുത്ത് കണ്ണാടിയൊക്കെ വെച്ച് സ്കൂളിലെ ടീച്ചറായിരുന്നു അവര്. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്നപ്പം എൻ്റെ സ്നേഹിതൻ പരിചയപ്പെടുത്തി, ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ചുരുക്കി പറയാം, ദൈവത്തിന് സ്തോത്രം. ആ അമ്മ മുമ്പോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാമല്ലോ. അമ്മ പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കാം. എന്താ അമ്മയെ പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ മോള് കോളേജിൽ പഠിക്കാൻ പോയതാ. പഠിക്കാൻ പോയച്ച് തിരിച്ചു വന്നിട്ട് അവളൊരു മുറി കയറി വാതിലടച്ചതാ. 6 കൊല്ലമായി ഇന്ന് വരെ വെളി വന്നിട്ടില്ല. വെളിച്ചത്ത് വരത്തില്ല, മുടി ചീകത്തില്ല, മുടി കെട്ടത്തില്ല, കുളിക്കത്തില്ല, ചൊവ്വ വസ്ത്രം ധരിക്കത്തില്ല, മുറി വിട്ട് വെളിയിലിറങ്ങത്തില്ല. ആഹാരത്തിനകത്ത് മരുന്ന് കൊടുത്ത് മയക്കി ഡോക്ടർ വന്ന് ചികിത്സിച്ചിട്ടും ആള് ഭേദമാകുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു മടുത്തു ബ്രദറെ. ഞാനിരുന്ന കസേര അടുക്ക വന്നിരുന്നു. ഞാൻ ആ അമ്മയുടെ കൈക്ക് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ, പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറ്റിയാൽ അമ്മയുടെ മോക്ക് വിടുതൽ കിട്ടും.
അതെങ്ങനെയാ ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പീര്. ഞാൻ പറഞ്ഞു വിശ്വാസത്താൽ നിന്റെ മോടെ വിടുതൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ചുരുക്കി പറയാം, ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോന്നു. അവിടെ കുഞ്ഞൊന്നും സൗഖ്യമായില്ല. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞ് ഈ അമ്മ എന്നെ കാണാൻ വന്നു. അമ്മ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പറഞ്ഞു. അമ്മ എന്താണെന്നറിയാമോ, 3-3.5 മാസം രാത്രിയും പകലും ഈ അമ്മ മുട്ടയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം വെളുപ്പിനെ 4:45 കോളിംഗ് ബെൽ ആരോ അടിക്കുന്നു. ചെന്ന് തുറന്നപ്പം കറുത്ത് മെലിഞ്ഞൊരു മനുഷ്യൻ ഒരു ജുബായും ഒരു കറുത്ത ബായും പിടിച്ചോണ്ട്, ദൈവത്തിന് സ്തോത്രം, വെളുത്ത പല്ലോടെ ചിരിച്ചോണ്ട് നിൽക്കുന്നു. ആമി ആരാന്ന് ചോദിച്ചു. ഞാനൊരു അഭിഷക്തനാന്ന് പറഞ്ഞു. എന്നാ വന്നേന്ന് ചോദിച്ചു. എന്നെ ഒരാൾ നിർബന്ധിച്ചിട്ട് വന്നതാ. അതാരാ? ഈ വീട്ടിലേക്ക് എന്നെ അയച്ചവന്റെ പേരാ യേശു. ആ സ്ത്രീ വാതിൽ തുറന്നു. ദൈവദാസനല്ലേ. ഇത് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. അകത്തെ മുറിയുടെ വാതിൽ ആരോ തുറക്കുന്നു. സ്തോത്രം. ദൈവദാസൻ ആ വീട്ടിലോട്ട് കാല് വെച്ചപ്പം 6 വർഷമായി അടഞ്ഞ മുറിക്കാത്തിരുന്ന മോള് അലറി മുമ്പിൽ വന്ന് വീണു. ഒരു ആത്മീക ദൂത് പറയാം നിന്നോട്. എടാ, തമ്പുരാൻ നിർബന്ധിച്ച് ചിലതിനെ ഇറക്കിയാൽ ഇതുവരെ നിന്റെ കൂടാരത്തിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളെ എന്റെ ദൈവം നടത്തിത്തരും. ചുരുക്കി പറയാം, ആ അമ്മ എന്നോട് സാക്ഷ്യം പറയുക, അന്ന് ആ മകൾക്ക് വിടുതലായി. ഈ ദൈവദാസനെ ആ മകൾക്ക് അറിയത്തില്ല. പക്ഷേ ദൈവദാസൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഈ മോടദേഹത്തെ ദുർഭൂതം വിട്ടുപോകാൻ തുടങ്ങി. ഇവിടെ ഇരിക്കുന്ന ചിലരോട് കർത്താവിന്റെ ദൂത്, ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾക്ക് ദൈവം നിർബന്ധിക്കാൻ പോവാ. നിന്റെ ലൈഫിൽ ഇതുവരെ കാണാത്ത ചില കാര്യം, അത് വിശ്വസിക്കാൻ പറ്റുന്നവര് ആ കൈ ഒന്ന് ചേർത്തടിച്ചേ. എനിക്കെന്തോ ദൈവം വെളിപ്പാട് തരുന്നു. ചിലരുടെ വിടുതലിന്റെ ദിവസങ്ങൾ വളരെ അടുത്തു നിൽക്കുകയാ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റൂ? ഒരിക്കലും ശരിയാകത്തില്ലെന്ന് നീ പറഞ്ഞ ചില കാര്യം ഇന്നത്തെ ആരാധനയില് ദൈവം ശരിയാക്കാൻ പോവാ. എത്ര പേർക്ക് ആമീൻ പറയാനായിട്ട് പറ്റും? ഹല്ലേലൂയ. ആ മറ്റാരോടുമല്ല, നിന്നോട് തന്നെയാ ദൂത്. ആമേൻ. നിന്റെ ബന്ധിക്കപ്പെട്ട വീടിന് ചുറ്റും ഇന്ന് ഇറങ്ങി നടക്കാനൊരു നിർബന്ധം. ശ്രദ്ധിക്കണേ, നിന്റെ അടഞ്ഞു കിടക്കുന്ന സ്ഥാപനത്തിനകത്തോട്ട് നടന്നു കയറാനൊരു നിർബന്ധം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റൂ? ഇത് ആത്മതലത്തിൽ നടക്കാൻ പോകുകയാ. യേശു നിന്നെ നിർബന്ധിക്കുക, പരിശുദ്ധാത്മാവ് നിന്നെ നിർബന്ധിക്കുക. നിന്റെ കുഞ്ഞിന്റെ പേര് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു നിർബന്ധം. നിനക്ക് ട്രിവാൻഡ്രത്ത് വേണ്ട വീടിന്റെ ചിത്രം വരച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു നിർബന്ധം. നിന്റെ കുടുംബജീവിതത്തിലെ വിടുതൽ ലഭിക്കാനൊരു നിർബന്ധം. ഓ, മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. എനിക്കെന്തോ ഇതിനകത്ത് ഇതുവരെ കത്താത്ത അഗ്നി ഇന്ന് കത്തും. എന്നോട് ദൈവാത്മാ പറയാം, നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ വീട്ടിൽ ഒരു അഗ്നി കത്തി തുടങ്ങട്ടെ. നിന്റെ പ്രോപ്പർട്ടിയിൽ ഒരു അഗ്നി കത്തി തുടങ്ങട്ടെ. ഈ മടുത്തിരിക്കുന്ന ചിലരോടാ ഇന്നത്തെ ദൂത്. മടുക്കണ്ട, ഉടനെ കാണാം, ഉടനെ കാണാം. ഞാൻ ബൈബിളിലെ വെളിപ്പാടിലേക്ക് വരാം. മത്തായി സുവിശേഷം എടുക്കാം, 17-ാം അധ്യായം. ഒരു നിർബന്ധം ഒന്ന് തൊടാൻ പോവാ ബൈബിളിൽ നിന്ന്. 1, 2, 3, 4, 5 വാക്യം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിൽ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. മതി, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇനി ബൈബിളിലൊന്നും ഇപ്പം നോക്കണ്ട, നിങ്ങൾ എന്നെ നോക്കിയാൽ മതി. കർത്താവിൻ്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ട് ഈ ഭാഗത്ത് പഠിക്കുമ്പോൾ. കർത്താവിൻ്റെ ഓരോ വാക്കിലും അത്ഭുത അല്ലേ അല്ലേ എൻ്റെ പ്രിയരെ, ഈ പുസ്തകത്തിൽ കുറച്ചേ എഴുതിയിട്ടുള്ളൂ. കർത്താവ് ചെയ്ത അത്ഭുതം കൂടെ എഴുതിയ കണ്ടെയ്നർ കൊണ്ടുവരണം ബൈബിൾ എടുക്കാൻ. നിനക്ക് വേണ്ടിയത് മാത്രം സെലക്ട് ചെയ്ത് എഴുതി നിന്റെ കൈ തന്നിരിക്കുക. വല്ല രാമിയും പറഞ്ഞാട്ട് ഇത്ര അത്ഭുതം നടന്നിട്ടുള്ളോ? ഈ 12 ശിഷ്യന്മാരിങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ 12 പേരും മറ്റാരെയും അറിയാതെ ഈ 3 പേരെ മാത്രം കർത്താവ് കൂട്ടി.
3 പേരെ ചേർത്തച്ച് പറഞ്ഞു, നമുക്ക് മാത്രം ഒരിടം വരെ ഒന്ന് പോണം. അപ്പൊ അവര് ചോദിച്ചു, ഈ അന്ത്രയോസിനെയും ബാക്കിയുള്ളവരൊക്കെ വിട്ടേച്ചെങ്ങനാ? അങ്ങനല്ല, നമ്മൾ 3 മാത്രം. അതെന്താ കർത്താവേ? പറ, നീ ഒന്ന് വാ. ആരും കാണാത്ത ചെലവ് നിന്നെ എനിക്കൊന്ന് കാണിക്കണം. ഞാൻ ദൂതിലേക്ക് വരിക, ശ്രദ്ധിച്ച് കേൾക്കണം. ചിലരോടാ ദൈവത്തിന്റെ ദൂത്. ഈ ദിവസങ്ങളിൽ ആരുടെ മേലും ഇല്ലാത്തൊരു വിളി നിന്റെ മേലുള്ളത് കൊണ്ട് ആരെയും കൊണ്ടുപോകാത്ത ചില റിലത്തിലോട്ട് നിന്നെ ദൈവം ഒന്ന് കൊണ്ടുപോകാൻ പോവുക. എത്ര പേർക്ക് ആമീൻ പറയാനായിട്ട് പറ്റും? ശ്രദ്ധിക്കണം. ഇത് പ്രസംഗിക്കുമ്പോ ആരും വന്ന് തലേ കൈവച്ച് പറയുന്ന ദൂതല്ല ഞാൻ പറയുന്നേ. ഇതിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴും കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും കൈ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴും പഞ്ചായത്ത് കോൾ ഇരിക്കുമ്പോഴും ഇവിടെ അല്ലാത്തൊരനുഭവം. അതെന്നാ ബ്രദറെ? എൻ്റെ മനസ്സിൽ ടെൻഷനൊന്നുമില്ല, പക്ഷേ എന്തോ ഒരു വിളി എൻ്റെ മേൽ കിടപ്പുണ്ട്. എന്നെ എവിടൊക്കെ ദൈവാത്മാവൊന്ന് തടുത്തു കൂട്ടാൻ പോവുക. എന്നെ എവിടൊക്കെ ദൈവം ഒന്ന് അടുപ്പിക്കാൻ പോവുക. എന്താ കാര്യം? ഇതുവരെ കാണാത്ത ചിലവ് എന്നെ കാണിക്കാനായിട്ട് മറ്റാരുമില്ലാത്തൊരു സമ്മേളനത്തിലേക്ക് എന്നെ യേശു കൊണ്ടുപോകുകയാ. എത്ര പേർക്ക് ആമീൻ പറയാനായിട്ട് പറ്റും? ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഈ 3 പേരെ മാത്രം സെറ്റ് ചെയ്തു. മൊത്തം 12 3 പോയിട്ട് എത്ര ഉണ്ടോ? 9 പേര്. 9 പേര് കൂടി വെച്ച് പറയാ, എടാ 3 പേരെ കാണാനില്ലല്ലോ, യേശുവിനെ കാണാനില്ല, എവിടെ പോയി? 9 പേര് തെരഞ്ഞു നടക്കുമ്പം 3 പേർ നസ്രയനോടൊപ്പം മല കയറുക. അവർ തമ്മി പറയുക. ഒരു ലീഡർ 3 പേരെയും വിളിച്ചോണ്ട് മേളിൽ പോയതിന്റെ അർത്ഥം എന്നാ? ഇവരോട് മാത്രമായിട്ട് എന്തോ കാര്യം? വന്ന് സഹകരിച്ചേ, എന്തോ കാര്യം? ഞാൻ നിങ്ങളോട് ചോദിക്കുക, മറ്റാരുമില്ലാത്തൊരു സമ്മേളനത്തിന് തയ്യാറാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, എന്നാ യൂദായം കൊണ്ട് മേളിൽ പോവാഞ്ഞേ? ഈശോ എന്താ യൂദായെ കൊണ്ടുപോഞ്ഞേ? കയറച്ച തൂങ്ങാണ്ടിരിക്കുന്നവനെ കൊണ്ടുപോയി എന്താ കാണിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് കർത്താവ് ഈ 3 പേരെ കൊണ്ടുപോയി. മറുരൂപ മലയുടെ നെറുകയിലേക്ക് 3 പേരും കർത്താവും കൂടെ നടന്നു കയറി. അപ്പൊ ഇവർ തമ്മി പറയുക, എന്തോ കർത്താവിന് നമ്മളോട് മാത്രം പറയാനുണ്ട്. ഒരാമീൻ വരുന്നില്ല. ഒരു ദൈവ നിയോഗത്തോട് പറയാം, ആരോടും പറയാത്ത ചില കാര്യം നിന്നോട് ദൈവത്തിന് പറയാനുണ്ട്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നീ ഒരു സ്പെഷ്യലാ. ആരും കേൾക്കാത്ത ശബ്ദം നീ കേൾക്കട്ടെ, ആരും കാണാത്ത കാഴ്ച നീ കാണട്ടെ, നീ കൊതിച്ചത് കാണട്ടെ. ഈ കർത്താവ് വിളിച്ചോണ്ട് പോയതേ, ഈ കർത്താവിന്റെ പ്രസംഗത്തിൽ പല പ്രാവശ്യം കർത്താവ് മോശയെ കുറിച്ചും ഏലിയാവിനെ കുറിച്ചും പ്രസംഗിച്ചിട്ടുണ്ട്. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഈ ശിഷ്യന്മാരുടെ അകത്ത് ഒരു കൊതി, എന്നേലും ഈ മോശയെ ഏലിയാവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഈ കൊതി അറിഞ്ഞച്ച് കർത്താവ് പറയാ, വാ, ആരും കാണാത്ത കാഴ്ച നിനക്ക് വേണ്ടി ഞാനൊരു സമ്മേളനം പർവ്വത മുകളിൽ നടത്താം. ഒരാമീൻ പറയണം. ഒന്ന് കൈ കൊടുത്തു, നിന്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കുമെന്ന് പറ. ചിരിച്ചോണ്ട് പറ, ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ഒന്ന് നല്ലതായിട്ട് ചിരിച്ചോണ്ട്, ആഗ്രഹം ദൈവം. ഹല്ലേലൂയ. സ്വന്തമായിട്ട് വീട് കിട്ടാൻ വഴി പറയാം. നല്ല 10 വീട് കാണുമ്പം അസൂയയില്ലാതെ ആ വീട്ടിൽ കയറി വെച്ച് പറയണം, നിങ്ങൾക്ക് ദൈവം ഈ വീട് തന്നതാ. മിണ്ടുന്നില്ല. അപ്പൊ തന്നെ ദൈവം തീരുമാനിക്കും നിങ്ങൾക്കൊരു പുതിയ വീട് തരാൻ. അല്ലാതെ ഒരു വലിയ വീട് കണ്ടവറിനെ ആരെ കമത്തി ഒപ്പിച്ചതാന്നാ, എന്നാ പരിപാടിയാ പുള്ളിയുടെയൊക്കെ. മിണ്ടുന്നില്ല. ഞങ്ങൾ ഒരു ഹൗസ് വാമിങ്ങിന് ചെന്നപ്പം മനോഹരമായ വീടാണ്. ഞങ്ങളൊരു 10 പേര് അങ്ങോട്ട് ഒന്നിച്ച് കയറിയപ്പം ഒരാൾ വീടിനെ നോക്കിച്ച് പറയാ, ഇങ്ങനെ ഒപ്പിച്ചതാണ്. ഈ പറയുന്നവൻ ഇന്ന് വരെ വാടക വീട് പോലും കിട്ടുന്നില്ല. നിങ്ങൾ ഇങ്ങോട്ട് സഹകരിക്കുക. കുഞ്ഞെ, മറ്റൊരാളുടെ നന്മയിൽ സന്തോഷിച്ചാൽ നിനക്കും കർത്താവ് നന്മ തരും.
മറ്റൊരാളുടെ അനുഗ്രഹത്തിൽ നീ ആനന്ദിച്ചാൽ അവനും നിനക്കും അനുഗ്രഹം കർത്താവ് തരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പൊ കർത്താവ് പറയുകയാണ്, നിങ്ങളെ 3 പേരെയും കൊണ്ട് ഞാൻ. അപ്പൊ ശിഷ്യന്മാരുടെ മനസ്സിന്റെ കൊതിയാണ് കർത്താവ് പ്രസംഗിച്ച ആ മോശയെ, ആ ഏലിയാവിനെ എന്നേലും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ? കർത്താവ് അവരെയും കൊണ്ട് പോവുക. ശ്രദ്ധിച്ച് കേട്ടോണം. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. അപ്പം നിങ്ങൾക്ക് ഇച്ചിരിയുടെ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ. വായിച്ചു കേൾക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 17-ാം അധ്യായത്തിന്റെ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അങ്ങോട്ട് പോയപ്പം യഹൂദ രീതിയിൽ വസ്ത്രം ധരിച്ച യേശു അവിടെ ചെന്നപ്പം അവനൊന്ന് രൂപാന്തരപ്പെട്ടു. എന്നിട്ട് വായിച്ചോ 2-ാം വാക്യം. അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. നമ്മളൊരാടെ കൂടെ നടന്നു പോവുക, ആ മുഖം കണ്ട് നല്ല പരിചയ. പെട്ടെന്ന് ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ സൂര്യൻ, 1000 സൂര്യൻ ഉദിച്ച എഫക്റ്റ്. ശിഷ്യന്മാര് പറയോ, നമ്മുടെ കൂടെ വന്നവനാണോ ഇവൻ? ആമേൻ, ആമേൻ. മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. പെട്ടെന്ന് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശെ ഏലിയാവിനോട് സംഭാഷിക്കുന്ന അവർ കണ്ടു. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് 2 പേര് ഇറങ്ങി. ഒന്ന് മോശ, മറ്റൊന്ന് ഏലിയാവ്. പിന്നെ അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്ന ചുമ്മാ കണ്ടച്ച് മറയുമല്ല, കണ്ടോണ്ടിരിക്കുക. ആമേൻ, ആമേൻ. വേദപുസ്തകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന 3 പേരെ ലോകത്തിൽ ആരെയും കാണിക്കാത്ത കാഴ്ച രഹസ്യമായി നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയി കർത്താവ് കാണിക്കുക. ഞാനിവിടെ നിന്നോണ്ട് പറയാം, നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്ന് കൈ കൊടുത്ത് വെച്ചു, ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ നീ? അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, മാറ്റം വേണോ നീ? മാറ്റം വേണോ? മാറ്റം വേണോ? മാറ്റം വേണമെങ്കിൽ മാറ്റം തരുന്നവനെ കാണാൻ റെഡിയാകണം. ആമേൻ, ആമേൻ. അങ്ങോട്ട് കേറിയ പോലെ അല്ല അവൻ ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഞാൻ തെളിയിക്കാൻ ബൈബിളിൽ നിന്ന്. ചിലരോടാ ദൈവത്തിന്റെ ദൂത, മാറ്റത്തിന്റെ വർഷമാ. കാണാത്തത് നീ കാണും, കേൾക്കാത്തത് നീ കേൾക്കും, അറിയാത്തത് നീ അറിയും. ജനത്തിന്റെ നടുവിൽ ഒരു അത്ഭുതമാകും. മോടെ സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. ആ കുഞ്ഞും അമ്മയും കൂടെ ദയവായിട്ട് സ്റ്റേജിലോട്ട് ഒന്ന് വന്നാട്ട്. മോടെ പേര് പറയാമോ? ആർദ്ര വൈ കൃഷ്ണ. ആർദ്ര എന്നാണ് ഈ മോടെ പേര്. ഈ മോക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി. വലിയ കട്ടിയുള്ള ഗ്ലാസ് വെച്ചാണ് ഈ മോള് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇവളെ നോക്കിയ ഡോക്ടർ പറഞ്ഞു, ഇനി ജർമ്മനി വരെ കൊണ്ടുപോയി ചികിത്സിച്ചാലും ഈ കണ്ണിന് കാഴ്ച കിട്ടത്തില്ല. കണ്ണിലേക്ക് വരുന്ന നെർവിലാണ് പ്രശ്നം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ നെടുമങ്ങാട് നടന്നൊരു മീറ്റിങ്ങിൽ കർത്താവ് ഈ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു. കർത്താവ് തൊട്ടു. ജീസസ്. അന്ന് ഈ കുഞ്ഞ് കണ്ണാടി എടുത്ത് മാറ്റി. അന്ന് വീട്ടിൽ ചെന്ന്, കുഞ്ഞിപ്പോൾ ഇത് പറയാം, ഞാനൊന്ന് പറഞ്ഞേച്ച്, ബൈബിള് വായിച്ചു. സ്കൂളിൽ പോയി ബോർഡിൽ എഴുതിയത് വായിച്ചു. തിരിച്ച് വീട്ടിൽ വന്ന് പുസ്തകം വായിച്ചു. കഴിഞ്ഞ ആഴ്ച ടെസ്റ്റിമണി പറയുന്നതിന് മുമ്പ് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, എന്താ നടന്നതെന്നറിയത്തില്ല, പക്ഷെ ഇനിയും ചികിത്സ വേണ്ട, കണ്ണാടിയും വേണ്ട. കുഞ്ഞിൽ നടന്ന വിടുതൽ കൊണ്ട് ആ കുടുംബം മുഴുവൻ ഇന്ന് സ്നാനമേൽക്കാൻ പോവാ കർത്താവിനോട് ചേരാൻ. ഹല്ലേലൂയ. എന്താണ് കുഞ്ഞിന് പറയാൻ അറിയാവുന്ന പോലെ പറയാമോ? ഹല്ലേലൂയ.
അമ്മയ്ക്ക് അങ്ങ് പറയാം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ മോൾക്ക് കണ്ണിന് കാഴ്ചശക്തി കുറവായിരുന്നു. അവൾക്ക് കണ്ണിൻ്റെ ഞരമ്പിനായിരുന്നു വളർച്ച കുറവ്. ഡോക്ടർ പറഞ്ഞിരുന്നു, ബ്രദർ പറഞ്ഞതുപോലെ അമേരിക്കയിലോ ജർമ്മനിയിലോ എവിടെ കൊണ്ടുപോയിരുന്നാലും കണ്ണിൻ്റെ ഇത് ശരിയാവത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവൾക്കിപ്പോൾ 6.5 വയസ്സായി. 8 വയസ്സിനിടയ്ക്ക് ശരിയാവുന്നതിൽ ആക്കാം എന്നുള്ള ഒരു ഇതേ പറഞ്ഞു, ഒരു ഉറപ്പ് പറഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് മീറ്റിങ്ങിന് വന്നു. ബ്രദർ പ്രാർത്ഥിച്ചു, എന്നെ എഴുന്നേൽപ്പിച്ചു, മോളെ എഴുന്നേൽപ്പിച്ചു, പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് ഞാൻ ബൈബിള് വായിക്കാൻ കൊടുത്തു മോൾക്ക്. അവൾക്ക് ഒരു കുഴപ്പമില്ലാതെ അവൾ വായിച്ചു. കഴിഞ്ഞ ദിവസം 2ാമത് മീറ്റിങ്ങിന് വരുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. അവൾക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ലാന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ യേശു ജീവിക്കുന്ന ദൈവമാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനായ ദൈവം അത്രേ. സന്തോഷമായോ? എനിക്കൊരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. എൻ്റെ മോൾക്ക് സ്കൂളിൽ ITNGKയുടെ പരീക്ഷ സമയമായപ്പോൾ അവൾക്ക് ഈ കണ്ണിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഭയങ്കരമായ തലവേദനയും പഠിക്കാനൊന്നും ഒട്ടും വയ്യായിരുന്നു. ആ സമയത്ത് അവൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഈ അവളുടെ പേരെഴുതിയ സ്ലിപ്പ് കൊണ്ട് ഞാൻ ഈ ബൈബിളിനകത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ മോൾക്ക് പഠിക്കാൻ വലിയ ആഗ്രഹമാണ്, അവൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ വീട്ടിലിരുന്ന് കരയും, തലവേദന കാരണം പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കുഞ്ഞിന് ക്ലാസ്സിലെങ്കിലും ഒന്ന് ജയിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ വലിയവനായ എൻ്റെ ദൈവം അവൾക്ക് ക്ലാസ്സിലുമല്ല, അവളെ സ്കൂളിലുമല്ല, ജില്ലയിൽ 1ാം റാങ്കുകാരിയാക്കി അവളെ ജയിപ്പിച്ചു. ആ തലവേദന പിന്നെ കുഞ്ഞിനുണ്ടായിട്ടുണ്ടോ? തലവേദന ഇന്നേ വരെ അവൾക്ക് ഇന്ന് വരെ നെടുമങ്ങാട് യോഗം കഴിഞ്ഞ പിന്നെ ആ കുഞ്ഞിന് തലവേദന ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. സന്തോഷമായോ? സന്തോഷമായി. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കൊരു ദൈവ നിയോഗം. നിങ്ങൾക്ക് എവിടെ രോഗമുണ്ടോ അവിടേക്ക് നിങ്ങളുടെ കൈകളെ വെക്കുക. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ കൈവെക്കുമ്പോൾ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് യേശുവും കൈവെക്കും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കും, നിങ്ങൾ വിടുവിക്കപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ അദൃശ്യകരം അവരെ തൊടുമാറാകണം. ഇന്നുവരെ വെളിപ്പെടാത്തൊരു വലിയ ദൈവപ്രവൃത്തി നിന്റെ നാമത്തിൽ അവരുടെ മേൽ വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ രോഗങ്ങൾ വഴിമാറട്ടെ. അവർ കൈവച്ച സ്ഥലത്ത് യേശുവിൻ്റെ കൈ തൊടണം. ഇപ്പോൾ അവർ സൗഖ്യമാകണം. അവരെ അലട്ടുന്ന പ്രതിസന്ധികൾ അവരെ വിട്ട് ഓടിപ്പോകട്ടെ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത വിടുതൽ സംഭവിച്ചു തുടങ്ങട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. ഈ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. അവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം റിലീസാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഒരു ബർത്ത്ഡേ വരുമ്പോൾ, ഒരു വെഡിങ് ഡേ വരുമ്പോൾ, ഒരു നല്ല ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വകയായിട്ട് ഇങ്ങനൊരു ശുശ്രൂഷ നടത്താം. ജനലക്ഷങ്ങളിലേക്ക് വചനം പകരാൻ ഇടയായിത്തീരും. നിങ്ങൾക്ക് ഈ സുവിശേഷ പ്രവർത്തനം സഹായിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ വകയായിട്ട് കോൺട്രിബ്യൂഷൻ ഈ പ്രവർത്തനത്തിന് വേണ്ടി അയച്ചു തരിക. കൂട്ടായി പ്രവർത്തിക്കാം, കൂട്ടായി കൈകോർക്കാം, കൂട്ടായി യേശുവിനെ ഉയർത്താം. നമുക്കൊന്നിച്ച് യേശുവിൻ്റെ രാജ്യത്ത് പോകാം. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.